ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ ഇൻട്രാഡേ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ പലപ്പോഴും എൻട്രി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ എവിടെ ടാർഗറ്റ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എവിടെ വെച്ച് പ്രോഫിറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ എവിടെ എത്തിക്കഴിയുമ്പോഴും മാർക്കറ്റിൽ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ. സോ നമ്മൾ എൻട്രി എടുക്കുമ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ഉള്ളവരാണെങ്കിൽ നമ്മൾ അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടായിരിക്കും ഒരു എൻട്രി എടുക്കുക. പക്ഷേ പലപ്പോഴും ഈ പറയുന്ന രീതിയിൽ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം നമ്മുടെ വ്യൂ നമ്മൾ നോക്കി നമ്മൾ എൻട്രി എടുക്കുന്നു. എൻട്രി എടുത്തതിന് ശേഷം നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു കാര്യം, ക്യാൻഡില് ഒരു പക്ഷേ നമുക്ക് കുറച്ച് നമ്മൾ എൻട്രി എടുത്തു. നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാണ് നോക്കുക ഇൻട്രാഡേയിൽ. സോ ബൈ ചെയ്യുമ്പോൾ എൻ്റെ വ്യൂ എന്താണ്, ആ പ്രൈസ് മുകളിലേക്ക് പോകുന്നു, എനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഇനി ഇൻ കേസ് എൻ്റെ വ്യൂവിന് അഗേൻസ്റ്റ് ആയിട്ട് അത് പോയിട്ട് താഴേക്ക് പോവുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രൈസിൽ എത്തുമ്പോഴത്തേക്ക് ഞാൻ ലോസ് ബുക്ക് ചെയ്തിട്ട് എക്സിറ്റ് അടിക്കും. ഇതാണല്ലോ എൻ്റെ ഒരു പ്ലാൻ. സോ ഞാൻ ഇങ്ങനെ ട്രേഡ് എടുക്കുന്നു. എടുത്തതിന് ശേഷം ഈ പ്രൈസ് കുറച്ചൊന്ന് നമ്മുടെ ഡയറക്ഷനിലേക്ക് പോയിട്ട് തിരികെ നമ്മളുടെ ഓപ്പോസിറ്റ് വ്യൂവിലേക്ക് സഞ്ചരിക്കാൻ നോക്കും. സോ ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഞാനിത് ഇവിടെ ഒരു എൻട്രി എടുക്കാൻ വെക്കുക. ഇവിടെ ഞാൻ എൻട്രി എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കുറച്ചിങ്ങോട്ട് പോയി. എന്റെ ടാർഗറ്റ് ഇവിടെയാണ് വെക്കുന്നത്, എന്റെ സ്റ്റോപ്പ് ലോസ് ഇതാണെന്ന് വിചാരിക്കുക. പ്രൈസ് കുറച്ചിങ്ങനെ പോയി തിരിച്ചിങ്ങനെ വരുന്ന നമ്മൾ കാണുമ്പോൾ ഒരു പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ എൻട്രി പ്രൈസിനൊക്കെ ചിലപ്പോൾ താഴെ ഇറങ്ങി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചിലപ്പം പേടിച്ചിട്ട് വേറെ എന്തെങ്കിലും കുറച്ച് ഫാക്ടേഴ്സ്, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഓൺലൈൻ ചാനലിൽ നിന്നോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് ഒരു നെഗറ്റീവ് ഒരു ന്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു പക്ഷേ മാർക്കറ്റും അതിനൊപ്പം ഇങ്ങനെ ആ പ്രൈസ് ഇങ്ങനെ ഇറങ്ങുന്ന കാണുമ്പോഴത്തേക്കും നമ്മൾ ഒരു പക്ഷേ ചിലപ്പോൾ ഇവിടെ എക്സിറ്റ് അടിക്കും. സോ എക്സിറ്റ് അടിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ എന്ത് സംഭവിക്കും, ചിലപ്പോൾ കുറച്ചും കൂടെ ഇറങ്ങിയിട്ട് വീണ്ടും സ്റ്റോപ്പ് ലോസ് ഏരിയയിലേക്ക് വരാതെ തന്നെ തിരിച്ച് പതിയെ പതിയെ പോയിട്ട് നമ്മുടെ ടാർഗറ്റിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. സോ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ട്രേഡ് ചെയ്യുന്ന മിക്കവർക്കും ഉണ്ടാവാറുണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ നമ്മുടെ ഇമോഷൻസ് ആണല്ലോ ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഇമോഷൻസ് ആണ്, നമ്മളിവിടെ എൻട്രി എടുത്തു, അതിനുശേഷം നമ്മുടെ ടാർഗറ്റ് ഇതാണെന്നറിയാം, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതാണെന്നറിയാം. എന്നിരുന്നാൽ പോലും നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തിട്ട് ഒരു പക്ഷേ തിരിച്ച് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഇറങ്ങുന്നത് തന്നെ എന്തുകൊണ്ടാണ്, നമ്മുടെ ഇമോഷൻസ് ആണല്ലേ. നമ്മുടെ ഇമോഷൻസ് അവിടെ കൺട്രോളല്ല. നമ്മുടെ ഇമോഷൻസ്, അതായത് നമ്മുടെ ബ്രെയിൻ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഒരു പക്ഷേ ഇത് വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം വലിയ ലോസ് ആയി പോകും, അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങിക്കോ. ഇപ്പോഴാണെങ്കിൽ വലിയ ലോസ് ഇല്ല, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ലോസ് കൂടും. പക്ഷെ ഇത് ഓൾറെഡി നമ്മൾ ബിയർ ചെയ്യാൻ പറ്റിയ റിസ്ക് ആണ് നമ്മൾ എടുത്തിരിക്കുന്ന കാര്യമൊക്കെ നമ്മളവിടെ മറന്നു പോവാണ് അല്ലേ. ഇപ്പൊ ഇവിടെ പോകുമ്പോൾ നമുക്കൊരു 1000 രൂപയാണ് നമ്മൾ ലോസ് എങ്കിൽ ആ ലോസ് ഞാൻ എടുക്കാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ട്രേഡ് എടുത്തിരിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഇവിടെ ഒരു 500 രൂപ ലോസ് കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഇവിടെ വെച്ച് ഇറങ്ങി, ഇവിടെ ആകുമ്പോൾ 500 രൂപ പോകുള്ളൂ, ഇവിടെ പോയി കഴിഞ്ഞാൽ 1000 രൂപ പോകും. ഇനിഷ്യലി നമ്മൾ 1000 രൂപ റിസ്ക് ചെയ്തിട്ടാണ് എടുക്കാൻ തയ്യാറായിട്ടാണ് നമ്മൾ ഈ ട്രേഡ് എടുക്കുന്നത് തന്നെ. പക്ഷെ എന്നാൽ പോലും ലൈവ് ട്രേഡില്, ലൈവ് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള ധാരാളം ഇമോഷൻസ് ഇങ്ങനെ മാറി മറിയുന്നത് കൊണ്ട് നമ്മൾ ഒരു പക്ഷേ ആ ഇമോഷൻസിൽ പെട്ടുപോകും. സോ നമ്മൾ ഇവിടുന്നത് എക്സിറ്റ് അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ട്രേഡ് എക്സിറ്റ് അടിക്കും. ഒരു പക്ഷേ ഒന്നുകിൽ എസ് എൽ അടിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് എസ് എൽ അടിക്കാതെ തന്നെ തിരിച്ച് നമ്മുടെ ടാർഗറ്റിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. ഇത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇന്നിവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക. ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു സൊല്യൂഷൻ കിട്ടിയെന്ന് വിചാരിക്കരുത്. നിങ്ങളിത് പതിയെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് അത് നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക. അത് പ്രാക്ടീസ് ചെയ്ത് ശീലിച്ചതിന് ശേഷം മാത്രം ഇതിനെ ഒരു പ്രോപ്പർ മെത്തേഡായിട്ട് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ. സോ അതിനാണ് ഞാൻ പറയുന്നത്, വീഡിയോ മുഴുവനായിട്ട് കണ്ട് നിങ്ങൾ ഇതെന്താണ് ഈ കൺസെപ്റ്റ്, ഇതെന്താണ് ഞാൻ പറയുന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ കമന്റിൽ എഴുതി ചോദിക്കുക, നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ നോക്കുക. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എൻട്രി എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇമോഷൻസ് കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ ടാർഗറ്റോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ട്രേഡിൽ നിന്നും എക്സിറ്റ് ആകാറുണ്ട് അല്ലേ. അത് എങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇതിന് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് SL ഓട്ടോമേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ടാർഗറ്റ് ഓട്ടോമേറ്റ് ചെയ്യുക. എൻട്രി നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ അൽഗോരിതമോ അല്ലെങ്കിൽ അങ്ങനത്തെ സിസ്റ്റം ട്രേഡോ ഒന്നും നോക്കുന്നില്ല. നമ്മൾ മാനുവൽ ട്രേഡ് തന്നെയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമുക്ക് SL, അതായത് സ്റ്റോപ്പ് ലോസ് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ, ടാർഗറ്റ് ഓട്ടോമേറ്റ് ചെയ്ത് വെക്കാം. ഇതിനുശേഷം നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, സിസ്റ്റം തന്നെ ഡിസൈഡ് ചെയ്യട്ടെ. ഒന്നുകിൽ
സ്റ്റോപ്പ് ലോസ് അടിക്കട്ടെ, അല്ലെങ്കിൽ ടാർഗറ്റ് കിട്ടട്ടെ. ഇത് രണ്ടും നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ഞാനൊരു എൻട്രി ഇവിടെ എടുക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് 1000 രൂപ ഞാൻ റിസ്ക് ചെയ്യാൻ തയ്യാറായിട്ടാണ് ഇത് എടുക്കുന്നത്. ഒരു 2000 രൂപ പ്രോഫിറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഈ ട്രേഡ് എടുക്കുന്നത്. അപ്പം ഈ 1000 സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും സംഭവിക്കുന്നില്ല അല്ലെ. ഈ 1000 എൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്കൊരു വിഷയമില്ല. ഞാൻ ഈ 1000 റിസ്ക് എടുക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഈ ട്രേഡിലേക്ക് എൻ്റർ ആവുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ സിസ്റ്റത്തിനോട് പറയുകയാണ്, നമ്മളിവിടെ എൻട്രി മാത്രം എടുത്തിട്ട് ഓക്കെ ടാർഗറ്റ് വന്നാൽ ടാർഗറ്റ് അടിക്കാം, ഇനി SL പോയി SL അടിക്കാം എന്ന് പറയുന്നിടത്താണ് നമ്മളുടെ ഇമോഷൻസ് വർക്ക് ചെയ്യുന്നതും. എന്താണ് ഇമോഷൻസ് എന്ത് ചെയ്യും, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യും, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യും, SL വരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ SL അടിക്കുകയില്ല, ഉടനെ SL നമ്മൾ കുറച്ചുകൂടെ താത്തി വെക്കും, വീണ്ടും താത്തു വെക്കും. അപ്പൊ നമ്മൾ 1000 രൂപ എന്നുള്ളത് ചിലപ്പോൾ 2000 രൂപ വരെ ലോസ് കാണിക്കും. ആ 2000 രൂപയിലേക്ക് ചിലപ്പോൾ നമ്മൾ എക്സിറ്റ് അടിക്കുന്നത്. ഇത് നമ്മളുടെ മൈൻഡ് കൺട്രോൾ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സോ അതിനാണ് നമ്മൾ പറയുന്നത് SL നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യും, ടാർഗറ്റ് ഓട്ടോമേറ്റ് ചെയ്യും. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പലർക്കും ഒരുപക്ഷെ അറിയത്തുണ്ടാവില്ല. പക്ഷെ ഇത് ചെയ്യുന്നവരുണ്ടാവും. ഞാൻ അവരെ ഉദ്ദേശമല്ല പറയുന്നത്. ഇത് ഇതുവരെ അറിയാത്ത ആൾക്കാർക്ക് ഞാൻ ഇതൊന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, സോ അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ, ലൈവ് മാർക്കറ്റിൽ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എന്താണ് സംഭവിക്കുക, അവിടെ ഒരു പൊസിഷൻ ഓർഡർ അവിടെ വീഴും അല്ലെ. അതിപ്പോ ബൈ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ബൈ ഓർഡർ വീഴും. ബൈ ഓർഡർ വീണിട്ട് നമ്മൾ എത്ര രൂപയ്ക്കാണ് മേടിച്ചത് അത് ക്വാണ്ടിറ്റി ഇങ്ങനെ കാണിക്കും. അതിനുശേഷം പ്രൈസ് മുകളിലോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കാണിക്കും. താഴേക്കാണ് പോകുന്നെങ്കിൽ ലോസ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മുടെ ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് വരും, നമ്മൾ മാനുവലി എന്ത് ചെയ്യും, എക്സിറ്റ് അടിക്കും അല്ലെ. സ്ക്വയർ ഓഫ് ചെയ്യും അല്ലെങ്കിൽ എക്സിറ്റ് അടിക്കും നമ്മൾ പറയും. അങ്ങനെ നമ്മൾ ആ ട്രേഡിൽ നിന്ന് പുറത്തു വരും. ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിവിടെ ബ്രാക്കറ്റ് ഓർഡർ എന്നൊരു സംവിധാനമുണ്ട്. ഇതിപ്പം പണ്ടുണ്ടായിരുന്നു, പക്ഷെ പല ബ്രോക്കേഴ്സും അതിപ്പോ നിർത്തലാക്കി. ഇപ്പം ഫയേഴ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം, നിങ്ങൾ ഈ പ്ലാറ്റ്ഫോം നോക്കുക. ഇത് ഞാൻ ഫയേഴ്സിന്റെ ട്രേഡിംഗ് അക്കൗണ്ടാണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത്. ഫയേഴ്സ് ഈ ഒരു ഫെസിലിറ്റി ഇപ്പോഴും വളരെ നല്ല രീതിയിൽ അവരുടെ യൂസേഴ്സിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ എങ്ങനെയാണ് ബ്രാക്കറ്റ് ഓർഡേഴ്സ് യൂസ് ചെയ്യുന്നത്, ആ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഇൻട്രാഡേയിൽ ട്രേഡ് എടുത്തുകൊണ്ട് SLും അതുപോലെ തന്നെ ടാർഗറ്റ് ഓട്ടോമേറ്റ് ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ഇപ്പൊ മാർക്കറ്റ് ക്ലോസ്ഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കാൻ പോകുന്ന ഓർഡർ എക്സിക്യൂട്ട് ആവില്ല. അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഞാൻ ലൈവ് മാർക്കറ്റിൽ ഇത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇത് തന്നെയാണ് ലൈവ് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യേണ്ടത്. അതുകൊണ്ട് മാർക്കറ്റ് ഓപ്പൺ ആണോ ക്ലോസ് ആണോ എന്നുള്ള ഇവിടെ വിഷയമല്ല. എങ്കിൽ പോലും നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ഇതിപ്പോ SBIയുടെ സ്റ്റോക്ക് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ SBIയുടെ സ്റ്റോക്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഇന്നിപ്പോ പ്രൈസ് നോക്കുക നിങ്ങൾ. ഏകദേശം 1061 മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അല്ലെ. 1061 മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഇപ്പൊ ഞാൻ നാളെ എനിക്ക് മാർക്കറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഞാനൊരു എൻട്രി എടുക്കുകയാണ്. ബൈ, എനിക്ക് മാർക്കറ്റ് മോളിൽ പോകുന്ന തന്നെയാണ് എൻ്റെ ഒരു വിചാരം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, മാർക്കറ്റിൽ പോയിട്ട് ഇൻട്രാഡേ സെലക്ട് ചെയ്യുന്നു. ഇൻട്രാഡേക്ക് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ ഇൻട്രാഡേ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം എനിക്കൊരു 100 ക്വാണ്ടിറ്റി മേടിക്കാനുള്ള പൈസ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ 100 ക്വാണ്ടിറ്റി ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഈ BO എന്ന് കാണുന്ന ഏരിയ കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഈ BO എന്ന് കാണുന്ന ഏരിയ ഇവിടെ അൺടിക്ക് ആണ് അല്ലെ. സോ ഇത് നിങ്ങൾ ടിക്ക് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങൾ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് കണ്ടില്ലേ, ഇവിടെ വന്ന മാറ്റം കണ്ടോ, സ്റ്റോപ്പ് ലോസ് ഇവിടെ വന്ന മാറ്റം കണ്ടോ, സ്റ്റോപ്പ് ലോസ് അതുപോലെ തന്നെ ടേക്ക് പ്രോഫിറ്റ്, അതായത് ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഇതിവിടെ കൃത്യമായിട്ട് കാണിക്കും അല്ലെ. ഇതെന്ത് ചെയ്യണം നമ്മൾ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റ് ഇപ്പൊ 1061 നിൽക്കുന്നത്. എനിക്കൊരു 1060 ആകുമ്പോൾ ലിമിറ്റ് പ്രൈസിൽ മേടിക്കണം എന്ന് വിചാരിക്കുക. ഞാൻ ഒരു 1060 മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എനിക്കൊരു 1058, അതായത് 2 രൂപ ഞാൻ മേടിച്ചെടുത്തുനിന്ന് 2 രൂപ താഴേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്തിട്ട് എനിക്ക് ഇറങ്ങണം. അതേസമയം അതിന്റെ ഒരു 1:2 എന്നുള്ള രീതിയിൽ എനിക്കൊരു 4 രൂപ റിവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഈ ഒരു രീതിയിലാണ് ഞാൻ ഈ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ 1060 തന്നെ വാങ്ങണം എന്നില്ല, മാർക്കറ്റ് പ്രൈസ് വാങ്ങിയാൽ മതിയെങ്കിൽ ഈ മാർക്കറ്റ് പ്രൈസ് എന്നുള്ളത് ഇവിടെ ടിക്ക് ചെയ്തത്. അപ്പൊ ഇവിടെ പ്രൈസ് ഒന്നും കാണിക്കണ്ട. ഓക്കെ, സോ അപ്പൊ മാർക്കറ്റിൽ എന്താണോ പ്രൈസ് അതിലടിക്കും. പക്ഷെ നമ്മുടെ കാൽക്കുലേഷൻസ് ഒന്നും കൂടെ കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബൈ പ്രൈസ് നമ്മൾ ലിമിറ്റ് ചെയ്ത് വെക്കുക. ഇപ്പൊ 1060 വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, 100 SBIയുടെ സ്റ്റോക്ക് ഇൻട്രാഡേയിൽ വാങ്ങാനായിട്ട് ഓർഡർ എക്സ്ചേഞ്ചിന് അയക്കാൻ പോവാണ്. എന്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടാവണം. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ ഞാൻ ഈ പൈസ ഇട്ടിട്ടില്ല. ഓക്കെ, സോ അവൈലബിൾ 0 ആണ് കാണിക്കുന്നത്. ഇപ്പൊ ഇവിടെ എത്രയാണ് അവൈലബിൾ ഉള്ളത്, നമുക്ക് ഈ ഇൻട്രാഡേയിൽ ഈ 100 വാങ്ങാൻ വേണ്ടിയിട്ട് എത്ര രൂപ വേണമെന്നുള്ള ഇവിടെ കാണിക്കും. ഇപ്പം 21,240 ആണ് ഇവിടെ ഇൻട്രാഡേയിൽ 100 ക്വാണ്ടിറ്റി SBI വാങ്ങാൻ വേണ്ടത്. ഓക്കെ, സോ 1060 രൂപ സ്റ്റോക്കിന് വിലയുണ്ട്. 100 എണ്ണത്തിന് എത്ര വരും എന്നുള്ളത് നിങ്ങൾക്കറിയാം. പക്ഷേ ഇവിടെ നമുക്ക് 21,240 രൂപ മാത്രം മതി. എന്തുകൊണ്ടാണ്, നമുക്ക് ഇവിടെ ഇൻട്രാഡേയിൽ ലിവറേജ് കിട്ടും അല്ലെ. നമ്മുടെ കയ്യിലുള്ള പൈസയുടെ 5 ഇരട്ടി നമുക്ക് ഇവിടെ ബ്രോക്കർ ലിവറേജ് തരും ഇൻട്രാഡേ ട്രേഡ് ആയതുകൊണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് 21,240 രൂപ
നമുക്ക് ഈ ഒരു 100 ക്വാണ്ടിറ്റി മേടിക്കുന്നതിന് ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ കൃത്യമായിട്ട് നോക്കുക. അപ്പൊ ഞാൻ 1060 രൂപയ്ക്ക് 100 എണ്ണം വാങ്ങാൻ വേണ്ടി ഓർഡർ കൊടുക്കുകയാണ്. സ്റ്റോപ്പ് ലോസ് 1058, 2 രൂപ കുറഞ്ഞ സ്റ്റോപ്പ് ലോസ്, 4 രൂപ കൂടി കഴിഞ്ഞാൽ പ്രോഫിറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ട്രേഡ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ബ്രാക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ബ്രാക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസും പ്രോഫിറ്റും അവിടെ ഡിഫൈൻഡ് ആണ്. ഓക്കെ, സോ അതിനുശേഷം ഞാൻ സിമ്പിൾ ആയിട്ട് ഈ ഓർഡർ ഞാൻ ബൈ 100 ക്വാണ്ടിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ലൈവ് മാർക്കറ്റ് ആണെങ്കിൽ അവിടെ ഓർഡർ പ്ലേസ് ആവും. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇപ്പം ഓർഡർ റിജക്ട് ആയി. എന്തുകൊണ്ടാണ്? അവിടെ മാർക്കറ്റ് ക്ലോസ്ഡ് ആണ് അല്ലെ. ഇപ്പൊ ഇത് ലൈവ് മാർക്കറ്റിൽ എന്താ സംഭവിക്കുക, ഓർഡർ അവിടെ പ്ലേസ് ആവും. എങ്ങനെയാ പ്ലേസ് ആവുന്നത്? 1060 100 ക്വാണ്ടിറ്റി നമ്മൾ എൻട്രി ചെയ്തു, അതായത് ബൈ ചെയ്തു. സ്റ്റോപ്പ് ലോസ് 1058. ഇങ്ങനെ ഒരു ഓർഡർ ഇവിടെ വീഴും. SL 1064 എന്താവും, ടാർഗറ്റ് ഓർഡർ. ഇങ്ങനെ 3 ഓർഡർ ഇവിടെ വീഴും. സാധാരണ നമ്മൾ എൻട്രി എടുക്കുമ്പോൾ എങ്ങനെയാ വീഴുക, ഈ ഒരു ഒറ്റ ഓർഡർ വീഴും അല്ലെ. അതായത് എൻട്രി എടുക്കുന്ന ഓർഡർ മാത്രമേ അവിടെ കാണുള്ളൂ. മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ പ്രോഫിറ്റ് ഇവിടെ കാണിക്കും, ഇത് പ്രോഫിറ്റ് ആയി മാറും. താഴേക്ക് പോകുമ്പോൾ ഇത് ലോസ് ആയിട്ട് കാണിക്കും. പക്ഷെ നമ്മൾ ഈ ബ്രാക്കറ്റ് ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും, നമുക്ക് SL-ഉം ടാർഗറ്റും ഒരുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി അല്ലെ. ഇവിടെ നമുക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ പിന്നീട് പോയിട്ട് SL ഇടാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ SL ഇടാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് നമ്മൾ എൻട്രി മാത്രം എടുത്തു നോക്കുക നോർമൽ ഓർഡറിൽ. എന്നിട്ട് നമ്മൾ ഓർഡർ ആയതിനു ശേഷം, ഓർഡർ എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഒന്നുകിൽ SL അല്ലെങ്കിൽ ടാർഗറ്റ്, ഇതിൽ ഏതെങ്കിലും ഒന്നേ ഇടാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ രണ്ടും ഇടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും SL ഇട്ട് വെക്കാന്ന് വിചാരിക്കും. അപ്പൊ ചിലപ്പോൾ SL ആയിരിക്കും ആദ്യം വന്നിട്ട് ചിലപ്പോൾ ഹണ്ട് ചെയ്ത് പോകുന്നത്. ഹണ്ട് ചെയ്തിട്ട് ചിലപ്പോൾ ടാർഗറ്റിലേക്ക് പോകും. ഓക്കെ, അപ്പം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ടാർഗറ്റ് ഇട്ട് വെക്കും. ചിലപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും, ടാർഗറ്റിലേക്ക് വരാതെ നേരെ SL ആദ്യം അടിച്ചു കളയും. അപ്പൊ നമുക്ക് അറിയില്ല ഇതിൽ ഏതാ സംഭവിക്കുന്നുള്ളത്. പക്ഷെ നമ്മൾ ഡിഫൈൻഡ് ആണ് ഇത്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഓരോ ഓർഡറെ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ബ്രാക്കറ്റ് ഓർഡർ വഴി നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 2 ഓർഡർ ഇവിടെ സൈമൾട്ടേനിയസ്ലി പ്ലേസ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി. ഓക്കെ, സോ അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അപ്പം ഈ ബ്രാക്കറ്റ് ഓർഡർ യൂസ് ചെയ്തിട്ട് നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ 100 ക്വാണ്ടിറ്റി 1060 രൂപയ്ക്ക് നമുക്ക് SB എക്സിക്യൂട്ട് ആവും. അതിനുശേഷം 1058 ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡറും 1064 നമുക്കൊരു ടേക്ക് പ്രോഫിറ്റ്, അതായത് ടാർഗറ്റ് ഓർഡറും പ്ലേസ് ആവും. ഓക്കെ, സോ ഇതിനു ശേഷം നമുക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുന്ന ശേഷം എന്ത് ചെയ്യുക, മാർക്കറ്റ് എന്താണോ നമ്മുടെ വ്യൂ അത് കറക്റ്റ് ആണെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, നേരെ വന്ന് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യും. ഇത് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ വേറെ എന്ത് സംഭവിക്കും? ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ട്രേഡ് എടുത്തതിന് ശേഷം ഞാൻ മാർക്കറ്റിൽ ആ സമയത്ത് ഇല്ല. ഞാൻ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് സ്ക്രീനിന്റെ മുമ്പിൽ മാറി നിൽക്കുകയാണെന്ന് വിചാരിക്കുക. എനിക്ക് നോക്കാൻ പറ്റുന്നില്ല ട്രേഡ്. എന്ത് സംഭവിക്കും? ഇൻ കേസ് നമ്മുടെ വ്യൂ എല്ലാം കറക്റ്റ് ആണ്, SBയിൽ നല്ല മൊമെന്റം ഉണ്ട്, മാർക്കറ്റ് എന്ത് ചെയ്യും, പ്രൈസ് വന്നിട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഡൗട്ട് വരും, ഈ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇവിടെ കിടക്കുകയല്ലേ, അപ്പൊ ഇനി വീണ്ടും ഇത് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊരു സെയിൽ ഓർഡർ ആയിട്ട്, അതായത് ഷോർട്ട് എൻട്രി ആയിട്ട് ഇത് ക്രിയേറ്റ് ആവും എന്നുള്ളൊരു ഡൗട്ട് വരും. ഒരിക്കലും ഇല്ല. ഇതിന്റെ ഒരു വേറൊരു ബ്യൂട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഓരോ ഓർഡർ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ മറ്റേ ഓർഡർ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും. ഉദാഹരണത്തിന് ടാർഗറ്റ് ആണ് ആദ്യം ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി SL ഓർഡർ അവിടെ എന്താവും, ക്യാൻസൽ ആയി പോകും. ഇനി ഇൻ കേസ് ആദ്യം വന്നിട്ട് SL ആണ് ഹിറ്റ് ചെയ്യുന്നതെങ്കിലോ ഈ ടാർഗറ്റ് ഓർഡർ അവിടെ നിന്ന് ക്യാൻസൽ ആയി പോകും. അപ്പോൾ വളരെ സേഫ് ആണ്, യാതൊരുവിധ ഇഷ്യൂസും ഇല്ല, വളരെ ഡിഫൈൻഡ് ആണ് കാര്യങ്ങൾ. നമ്മൾ എൻട്രി എടുക്കുന്നു, അതോടൊപ്പം തന്നെ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡറും ഒരു ടാർഗറ്റ് ഓർഡറും വീഴുന്നു. ഇതിലേതെങ്കിലും ഒന്ന് ഹിറ്റ് ആയി കഴിഞ്ഞാൽ അടുത്തത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആകും. നമ്മളെ സംബന്ധിച്ച് നമ്മൾ വേറെ ഒന്നും മാനുവലി പോയിട്ട് മാനേജ് ചെയ്യേണ്ട കാര്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഏതർ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പൊ നിങ്ങളിപ്പോ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഏതാണെന്ന് എനിക്ക് അറിയില്ല. ഏതാണെങ്കിൽ പോലും അതിൽ നിങ്ങൾക്ക് ബ്രാക്കറ്റ് ഓർഡർ എന്ന് പറയുന്ന ഫെസിലിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഇല്ല എങ്കിൽ നിങ്ങൾ ഒട്ടും മടിക്കരുത്. ഫയേഴ്സിന്റെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അത് 100% ഫ്രീ ആണ്. അത് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴും ചാർജസ് ഇല്ല. പിന്നീട് ആനുവൽ മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു യാതൊരുവിധ എമൗണ്ട് ഈടാക്കുന്നതല്ല. വളരെ നല്ല ചാർട്ടിംഗ് പ്ലാറ്റ്ഫോം ആണ്. നിങ്ങൾക്ക് ട്രേഡിംഗ് പോലെ തന്നെ കാണാൻ പറ്റുന്ന വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഫയേഴ്സ്. നിങ്ങൾക്ക് ഇവിടുന്ന് ഓപ്ഷൻ ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ചാർട്ടിൽ നിന്ന് തന്നെ ഇത് കണ്ട ഇവിടുന്ന് തന്നെ ഓപ്ഷൻ ചെയിൻ എടുക്കാം. ഓപ്ഷൻസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇവിടുന്ന് തന്നെ ഓപ്ഷൻ ചെയിൻ നോക്കാം. അതിനുശേഷം അതുപോലെ തന്നെ കുറെ ടൂളുകൾ ഇവരെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻസ്, സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവിടുന്ന് നമുക്ക് സ്ട്രാറ്റജി ബിൽഡർ യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് AI ആയിട്ട് ചാറ്റ് ചെയ്യണമെങ്കിൽ അത് ഇവിടുന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനത്തെ കുറെ അധികം ഫീച്ചേഴ്സ് ഇവിടെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് ധാരാളം ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഓക്കെ, എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്.
അതുപോലെ തന്നെ മൾട്ടി ടൈം ഫ്രെയിം നമുക്ക് ഇവിടെ ഫേവറേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് ഓരോ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. ഇപ്പൊ എപ്പോഴും ഇത് എടുക്കണ്ട, നമുക്ക് പ്ലെയിൻ ചാർട്ട് യൂസ് ചെയ്തിട്ട് ചാർട്ട് ഈ ഇൻഡിക്കേറ്റേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനത്തെ കുറെ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചാർട്ടിന് തന്നെ പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, 2 വിൻഡോ അല്ലെങ്കിൽ 4 വിൻഡോ 3 വിൻഡോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ തന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസത്തെ ചാർട്ട് ഒന്ന് സേവ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ഇമേജ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇമേജ് ആയിട്ട് കോപ്പി ചെയ്യാം. ഇനി നമുക്ക് ഇതിന്റെ URL ലിങ്ക് മാത്രം മതിയെങ്കിൽ ആ ലിങ്ക് മാത്രം എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. ഇത് കൂടാതെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കുറെ അധികം ടൂൾസ് ഉണ്ട്. ആ ടൂൾസ് എല്ലാം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലെവലുകൾ വരയ്ക്കാനും അതുപോലെ തന്നെ ട്രെൻഡ് ലൈൻ വരയ്ക്കാനും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. പോരാത്തതിന് ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് എത്ര വാച്ച് ലിസ്റ്റ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഓൾറെഡി ഇതിൽ തന്നെ കുറെ അധികം ഇതൊക്കെ ബൈ ഡിഫോൾട്ട് ഉള്ള വാച്ച് ലിസ്റ്റ് ആണ്. നിങ്ങൾക്ക് നിഫ്റ്റി ഫിഫ്റ്റിയിലെ സ്റ്റോക്ക് ഏതൊക്കെയാണെന്ന് അറിയാൻ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുക. എല്ലാ സ്റ്റോക്കും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ നെക്സ്റ്റ് 50 അതുപോലെ BSEയിലെ സ്റ്റോക്കുകൾ, നിഫ്റ്റിയുടെ ഓരോ സെക്ടറിലുള്ള സ്റ്റോക്കുകൾ, ഇതൊന്നും നിങ്ങൾ NSEയിൽ പോയിട്ട് തപ്പിയെടുത്ത് ഇവിടെ വന്ന് ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാച്ച് ലിസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിനകത്തുള്ള എല്ലാ സ്റ്റോക്കുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ നിഫ്റ്റിയുടെ FMCG നമ്മൾ ഉദാഹരണത്തിന് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡാബർ, ഇമാമി, അങ്ങനത്തെ ഗോദ്രേജ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അങ്ങനെ എല്ലാ സ്റ്റോക്കുകളും ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ചാർട്ടിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഒരു സാധ്യത നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പൊ ഇത് വളരെയധികം യൂസ്ഫുൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഷോർട്ട് എൻട്രി എടുക്കാനാണെങ്കിലും സെയിം ആണ്. നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഇൻട്രാഡേ ആക്കുന്നു, ക്വാണ്ടിറ്റി കൊടുക്കുന്നു, BO സെലക്ട് ചെയ്യുന്നു, അതായത് ബ്രാക്കറ്റ് ഓർഡർ സെലക്ട് ചെയ്യുന്നു, സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നു, പ്രോഫിറ്റ് കൊടുക്കുന്നു, ബൈ സെല് ചെയ്യേണ്ട ലിമിറ്റ് പ്രൈസ് കൊടുക്കുന്നു. ഇത് ഷോർട്ട് എൻട്രിക്കാണ് അല്ലെ, ഷോർട്ട്, അതായത് ഇൻട്രാഡേയിൽ നമ്മൾ ഷോർട്ട് സെല് ചെയ്യുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പൊ നമ്മൾ സെല് ചെയ്ത പ്രൈസിനെക്കാട്ടിലും കൂടിയ പ്രൈസ് ആയിരിക്കും എന്ത് സ്റ്റോപ്പ് ലോസ് അല്ലെ. നമുക്ക് ഷോർട്ട് സെല് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് അല്ലെ, മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ലോസ് ആകും. അപ്പം ഈ നമ്മൾ സെല് ചെയ്യുന്ന പ്രൈസിൽ നിന്ന് മുകളിലുള്ള പ്രൈസാണ് നമ്മൾ ഇവിടെ ടാർഗറ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന് 1062 കൊടുക്കുന്നു, അതിനുശേഷം 1054 നമ്മൾ ടാർഗറ്റ് ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ കൊടുത്തിട്ട് വേണം നമ്മൾ സെൽ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട്, ഷോർട്ട് സെൽ ആണെങ്കിൽ. ഓക്കെ, സോ ഇത് ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്ക് ബ്രാക്കറ്റ് ഓർഡർ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫീച്ചേഴ്സ് വളരെ മനോഹരമായിട്ട് യൂസ് ചെയ്യാം. ഇതുവഴി നിങ്ങളുടെ ഇമോഷൻസ് ഒരു പരിധി വരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അപ്പൊ നിങ്ങൾ മറക്കാതിരിക്കുക, ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമുള്ളവർ ഈ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കൊക്കെ ഒന്ന് എത്തിക്കുക. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.